അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു മാങ്ങച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഏട്ടൻ ഈ ഒരു മാങ്ങ കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കി ഇഷ്ടമാണ്, മാങ്ങച്ചാർ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ വരുമ്പോൾ ഒന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല മാങ്ങ, പുളിയുള്ള മാങ്ങയാണ് എന്നാണ് പറഞ്ഞൊരു മാങ്ങയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ആവശ്യമുള്ളതെല്ലാം ചേർത്ത് നമുക്ക് നല്ലൊരു പിക്കിള് തയ്യാറാക്കി എടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് മാങ്ങ റെഡിയാക്കുന്നത്. നല്ല മാങ്ങ ഇനി ഇത് നല്ലപോലെ ഇങ്ങനെ ചെത്തിയിട്ട് എടുക്കണം. പെട്ടെന്ന് ചെത്തി കിട്ടുന്നുണ്ട്. ഒന്ന് കടിച്ചു നോക്കട്ടെ പുളി ഉണ്ടോ ഇല്ലേന്ന്. നല്ല പുളിയുണ്ട്. ഇഷ്ടമല്ല, ഇത്രയും പുളിയുള്ള മാങ്ങുന്ന എനിക്കിഷ്ടമാണ്. അങ്ങനത്തെ ഇത്തിരി പുളിയും എരിവും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇനി നമുക്കിത് ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. എനിക്ക് അതാണ് സൗകര്യം എന്ന് തോന്നുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ചെത്തി കുനുകുന ചെത്തിയിട്ട് തിരിക്കിടാം. വല്ലാണ്ട് വലിപ്പത്തിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിച്ച് വെച്ചെടുത്ത് കഴിക്കില്ല. ഈ അപ്പോൾ ചേട്ടന് എന്തെങ്കിലുമൊക്കെ നിർബന്ധം ഇങ്ങനെ പണ്ട് ഒരു ഗ്യാസ് എടുക്കുന്നുണ്ടായിരുന്നു, ഇതേപോലെ മണ്ണെണ്ണ വിളക്ക്. അത് ഇങ്ങനെ റെഡിയായി. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്തിട്ട് വേറെ കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് അങ്ങ് മാറ്റാം. ഇതിലേക്ക് വെക്കാം. പച്ചമുളക്, നമ്മുടെ പച്ചമുളക് കഴുകി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് മതി. ഒരു മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതൊരു ടേസ്റ്റിന്. ഈ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കടിക്കാനൊക്കെ നല്ലതായിരിക്കും. നമ്മൾ അധികം ദിവസത്തേക്കൊന്നും ഇടുന്നത്. പിന്നെ കുറച്ച് ഇങ്ങനെ കൂടി ഇരുന്നോട്ടെ. പിന്നെ കുനുകുന ഈ മിളകൊക്കെ അങ്ങനെ സോക്കിയിലേക്ക് ഇട്ടിട്ട് കഴിക്കുമ്പോഴേ അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടി എടുക്കാം അല്ലേ. ഇരുന്നട്ടെ. ഇത് നമ്മൾ വീട്ടില് ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് പച്ചമുളക് ചേർത്ത് ഇനി നമുക്കിതിലേക്ക് വെച്ച് ഇഞ്ചി നല്ലതാണ്. നമുക്ക് കുറച്ച് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞു. അത് ഒത്തിരി നല്ലതാണ്. പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ച് ഇങ്ങനെ നടക്കും. എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ തൊലി പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടും. ഇത്തിരി വലുതാണ്. ഭംഗി എനിക്ക് കഷ്ണങ്ങൾ കൊടുക്കുമ്പോൾ പല സൈസായിരിക്കും എൻ്റെ കഷ്ണങ്ങൾ. പല സൈസിലാണ് ഞാൻ കഷ്ണങ്ങളെല്ലാം നോക്കിയെടുക്കാൻ. ഇനി ഇത് നീളത്തിലാണ് ഞാൻ ഇപ്പോൾ അരിയുന്നത്. അപ്പോഴാണ് കടിക്കാനൊക്കെ കിട്ടും. കുറച്ച് മതി, ഒരുപാട് ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാട്ടോ. പിന്നെ ഞങ്ങളിതിൽ വെള്ളക്കടലയും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. വെള്ളക്കടല അത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഒന്ന് നല്ലപോലെ കുതിർക്കും. ഒരു 8 മണിക്കൂറൊക്കെ കുതിർക്കും. എന്നിട്ട് ചിലപ്പോൾ ആവി കയറ്റിയിട്ടു ഒറ്റ വിസില്, ചിലപ്പോൾ ആവി കയറ്റാതെ ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കിടന്നു. അപ്പൊ നമുക്ക് മാങ്ങ, പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമ്മളുടെ വെളുത്തുള്ളി, ഉലുവിട്ടു,
കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കാം. മുളക് പൊടി പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ മുളക് പൊടി അങ്ങ് ചേർത്ത് ഞാൻ കുറച്ചങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. മുളക് പൊടി, കുറച്ച് കായം പൊടി, ഓവറായിട്ട് ചേർക്കണ്ട കേട്ടോ കായം പൊടി, ഇത്തിരി കക്കയൊക്കെ ചെയ്യേ. കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പ്, ചൂടി ഉപ്പിടാം. ഉപ്പ് പുളിയൊക്കെ ആയിട്ട് പിടിച്ചു വരുമ്പോൾ ഒരു ചുപ്പ് ഇട്ടോ. നന്നായിട്ട് കളർ മാറിയില്ലേ മൂത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതാണ് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കും കേട്ടോ. തിളപ്പിച്ചെടുക്കേ, തിളക്കട്ടെ. നമുക്ക് ഇത് ഒന്ന് ചെറുതായിട്ട് ചെറിയ ചൂടിലേക്ക് ആയിട്ടുണ്ട് നമ്മുടെ മുളക് വെള്ളം. ഈ വെള്ളം ഇനി അതിലേക്ക് നമുക്ക് മാങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇതാണ് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇത് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ പിടിക്കുള്ളൂ. അത്ര ചെറുതായിട്ട് ചൂടില്ലുള്ളൂ, ചെറിയ ചൂടാണല്ലോ. ഇതാണ് നമ്മുടെ മാങ്ങച്ചാറ്. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കിയ മാങ്ങച്ചാറ്. എല്ലാവർക്കും ഈ മാങ്ങച്ചാറ് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് വിചാരിക്കണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ്സിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെൽബട്ടൺ അമർത്തി. ഞാൻ റെസിപ്പീസ് മാത്രമല്ല, ഞാൻ ട്രാവൽ വ്ളോഗും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം കാണാം, എന്നെ കാണാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പിടിച്ചിട്ടുണ്ടാവില്ല എങ്കിലും നമുക്ക് കഴിച്ചു നോക്കാം. മാങ്ങയും ഉപ്പും പിന്നെ എരിവും പുളിയും ഒക്കെ ആയിട്ട് മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. ഈ എരിവും ഉപ്പൊക്കെ പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ്സ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ, see you tomorrow, bye.